ഒരു മെസ്സേജ് ഇറക്കിയിട്ടുണ്ട് ശ്രീ അനിൽ നമ്പ്യാർ. ഈ വിഷയത്തില് ആരാണെങ്കിലും BJP-യുമായി അനുഭാവമുള്ളവരെ ഒരു നിശ്ചിത ദൂരം പാലിച്ചുകൊണ്ട് മാത്രമേ ഈ വിഷയത്തിൽ സംസാരിക്കാൻ പാടുള്ളൂ. കേറി വേടനെ അവഹേളിക്കുകയോ അല്ലെങ്കിൽ മറ്റ് വേടൻ പറഞ്ഞതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്യരുത് എന്നുള്ളൊരു ഇന്റേണൽ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. സത്യമാണോ എന്ന് ഞാൻ പറയുന്നില്ല. ഒരു പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് നമ്മളെ പോലുള്ള ഒരു ശബ്ദം ഉയർത്തുക, അല്ലെങ്കിൽ ശശികല ടീച്ചറെ പോലുള്ള ഒരു ശബ്ദം ഉയർത്തുക, ശ്രീ മധുവിനെ പോലുള്ള ഒരു ശബ്ദം ഉയർത്തുക, അതിന്റെ ഗുണഭോക്താവായിട്ട് വേടൻ മാറിയിട്ടുണ്ട്. ഇപ്പൊ നോക്കി നോക്കൂ, കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പുള്ള വേടനല്ല ഇപ്പോ. അത് നമുക്ക് വാട്സപ്പ് മെസ്സേജ് വരുമ്പോൾ വായിക്കാതിരിക്കാൻ പറ്റില്ല. ആ മെസ്സേജിലൂടെ അറിയുന്നുണ്ട് വേടന്റെ ആരാധകർ 4 ഇരട്ടിയായി വർദ്ധിച്ചു കഴിഞ്ഞു. പക്ഷെ ഈ ജനം ടിവിയും ശശികല ടീച്ചറെയും ശ്രീ മധുവിനെയും അറിയുന്നത് BJP-യുടെ അനുഭാവികളായോ BJP പ്രവർത്തകരായിട്ടോ അല്ലേ ശ്രീ അനിൽ നമ്പ്യാർ? അവർക്കെതിരായിട്ട് ഞാൻ ആ മെസ്സേജ് കണ്ട് ഞെട്ടിപ്പോയി. താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ അങ്ങേയറ്റം എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ശശികല ടീച്ചറുടെ ഈ പ്രകോപനപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങളോട് ഞങ്ങൾക്ക് അങ്ങേയറ്റം വിരോധമുണ്ട്. ഞാൻ വീണ്ടും പറയട്ടെ, എനിക്കറിയില്ല സത്യമാണോ അല്ലയോ എന്ന്. എനിക്ക് വന്നിട്ടുള്ള മെസ്സേജുകളിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത്തരക്കാരോ ഈ BJP-യിൽ എനിക്ക് ഈ മെസ്സേജ് ഉണ്ടായിരിക്കാം. അത് 100% ഞാൻ അതിനുശേഷം 1-2 നേതാക്കളെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു പാർട്ടിക്ക് ഈ സംഗതിയിൽ ഇടപെട്ടിട്ടുള്ള രീതിക്ക് അങ്ങേയറ്റം വിയോജിപ്പുണ്ട്. കാരണം പാർട്ടിയിൽ BJP എന്ന് പറയുന്ന പാർട്ടിയിൽ ഇവനെ ആരാധിക്കുന്ന വലിയൊരു സമൂഹമുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ജനം ടിവിയിലെ രസകരമായിട്ടുള്ളൊരു ചർച്ചയാണിത്. BJP-യുടെ അകത്ത് പോലും വേടനെതിരെയുള്ള നീക്കം അത്രത്തോളം നല്ലതല്ല എന്ന് പ്രവർത്തകർ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രതിനിധി വിളിച്ചു പറയുന്നത്. അതിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നരേന്ദ്രമോദിയുടെ ഇമേജ് എത്രത്തോളം പെട്ടെന്ന് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഒന്നാണോ എന്നുള്ളതാണ്. അത് നിർമ്മിതിയായതുകൊണ്ട് തന്നെ ഇടിഞ്ഞു വീഴാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിന് ഉത്തരം. അതുകൊണ്ടാണ് ചെറിയൊരു കാറ്റത്തൊക്കെ ഇളകുന്നത്. വേടം വിചാരിച്ചാലും നടക്കും. അത്യാവശ്യം വായനയും ചിന്തയൊക്കെ ഉള്ള ആൾക്കാർ, പത്രം വായിക്കുന്ന ആൾക്കാർക്ക് നരേന്ദ്രമോദി എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നന്നായിട്ട് അറിയുന്ന സംഗതികളാണ്. അതോടൊപ്പം അദ്ദേഹത്തോട് ആരോ സൂചിപ്പിക്കുന്നുണ്ട്, വേടനെതിരെ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം, അത്രത്തോളം ജനകീയ പ്രിയനാണ് എന്നുള്ളത്. അത് നരേന്ദ്രമോദിയെ വിമർശിച്ചത് കൊണ്ട് മാത്രമല്ല വേടൻ ജനകീയനാകുന്നത്. അത് വേടൻ്റെ സ്വഭാവത്തിൻ്റെ ചില ഗുണങ്ങളുണ്ട് വേടനിൽ. ഒന്ന്, അദ്ദേഹം രാഷ്ട്രീയ